ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഗൂഢാലോചന കൂടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ കേസെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇപ്പോൾ പരിഗണിക്കുന്ന സ്വമേധയാ എടുത്ത ഹർജിക്ക് പുറമെയാണ് പുതിയ കേസ്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയൂ. രോഹിണി, നിലവിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സ്വമേധയെടുത്ത ഹർജിയിൽ കക്ഷികൾ എന്നുള്ള രീതിയിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ നിലവിലെ കേസിലെ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. അതുകൊണ്ട് ഇവർക്കൊന്നും തന്നെ നിലവിലെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലുമുള്ള വിവരങ്ങൾ ലഭിക്കരുത്, ഒരു രഹസ്യ സ്വഭാവം എല്ലാ നടപടിക്രമങ്ങൾക്കും വേണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുതിയതായിട്ട് സ്വമേധയ ഒരു ഹർജി കൂടി ഫയലിൽ സ്വീകരിക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എത്തിയത്. ഉടൻ തന്നെ സ്വമേധയാ കേസ് ഫയലിൽ സ്വീകരിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് പോവുകയും തന്നെ ചെയ്യും. ആ കേസിൽ ഉണ്ടാകുന്ന കക്ഷികൾ എന്ന് പറയുന്നത് സർക്കാർ, ദേവസ്വം ബോർഡ്, അതോടൊപ്പം തന്നെ പോലീസ്, ഇവർ മാത്രമായിരിക്കും കക്ഷികൾ. ഇവരുടെ എല്ലാ റിപ്പോർട്ടുകളും ആ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടി എന്നുള്ള രീതിയിലായിരിക്കും സമർപ്പിക്കുക. എന്തായാലും നിലവിൽ SIT ഇന്ന് ഒരു ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു. അടച്ചിട്ട കോടതി മുറിയിലാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അഭിഭാഷകരെ ഒഴിവാക്കിക്കൊണ്ട് ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥൻ, അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള S ശശിധരൻ, ഇവരെ മാത്രമായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത്. ചില കാര്യങ്ങളൊക്കെ നിർദ്ദേശം എന്നുള്ള രീതിയിൽ ഹൈക്കോടതി SITക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്ന്, ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ഒരു ഇടക്കാല റിപ്പോർട്ട് തന്നെയാണ് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ SIT സമർപ്പിച്ചിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഗൂഢാലോചന കർശനമായിട്ട് തന്നെ അന്വേഷിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് SITക്ക് നിലവിൽ ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ഇടക്കാല ഉത്തരവൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന്റെ പകർപ്പ് വൈകുന്നേരത്തോടു കൂടി മാത്രമേ പുറത്തു വരികയുള്ളൂ. മുദ്ര വെച്ച കവറിൽ തന്നെയാണ് SITയുടെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അടുത്ത മാസം ഈ കേസ് വീണ്ടും പരിഗണിക്കും. അന്നേ സമയം പുതിയതായിട്ട് ഫയൽ സ്വീകരിച്ചിട്ടുള്ള ഹർജിയായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക. പഴയ ഹർജി അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. എന്തായാലും പുതിയ ഹർജിയിൽ ഒരു രഹസ്യ സ്വഭാവം വേണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ്, അതോടൊപ്പം തന്നെ സർക്കാർ, ദേവസ്വം ബോർഡ് എന്നിവരെ മാത്രം കക്ഷികളാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നിട്ടുള്ളത്. ഗൂഢാലോചന എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ഈ SIT വ്യക്തമാക്കിയതെന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു കൂട്ടാളികളും ചേർന്ന് തന്നെ കൃത്യമായി ആസൂത്രണത്തോടു കൂടിയാണ് ഈ പറയുന്ന സ്വർണ്ണ കവർച്ച നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ സ്വർണം കവർന്നെടുത്തതിന് ശേഷം അത് മറ്റ് സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയും അവർ പറയുന്നുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നിലവിൽ കടന്നിട്ടുണ്ട്. എന്തായാലും ഈ ഗൂഢാലോചന കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ആരുടെയൊക്കെ സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്, അതുകൂടാതെ തന്നെ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഹൈക്കോടതി ഇനിയുള്ള എല്ലാ നടപടികളും അടച്ചിട്ട കോടതി മുറിയിൽ തന്നെയായിരിക്കും ഉണ്ടാകുക. ദേവസ്വം വിജിലൻസും അതോടൊപ്പം തന്നെ ഈ പറയുന്ന SITയുടെ സംഘത്തിന്റെ തലവനും നേരിട്ട് തന്നെ ഹാജരായി മറ്റ് നടപടികളും ഒപ്പം തന്നെ വിശദാംശങ്ങളും സീൽഡ് വെച്ചിട്ടുള്ള കവറിൽ നൽകുക തന്നെ ചെയ്യും. രോഹിണി. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.